മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരായ CBI കേസിലെ FIR ന്യൂസ് മലയാളത്തിന് CBI അന്വേഷിക്കുന്നത് 12 വർഷത്തെ സ്വത്ത് വിവരങ്ങളാണ്. എബ്രഹാമിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകൾ ഉണ്ടെന്ന കാര്യം FIRലും CBI പരാമർശിച്ചിട്ടുണ്ട്. സഹിൻ ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. സഹിൻ, ഈ FIRൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, CBI കെ.എം. എബ്രഹാമിനെതിരെ കേസെടുത്തിരിക്കുന്നത് അഴിമതി നിരോധന നിയമത്തിലെ 13(1) ഈ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ നടക്കുന്ന അന്വേഷണം എന്ന് പറയുന്നത് 2003 മുതൽ 2015 വരെയുള്ള അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസുകളാണ്. മാത്രമല്ല, ഇദ്ദേഹം കൊല്ലത്ത് 8 കോടി രൂപയുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വാങ്ങിയിരുന്നു. അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിൽ തന്നെ CBI പറയുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തന്നെ FIR നിലനിൽക്കുമെന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ വകുപ്പുകളുണ്ട് എന്നുള്ളൊരു കാര്യം CBI അവരുടെ FIRൽ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, വിജിലൻസ് അന്വേഷണത്തിൽ ഈ കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ 8 കോടി രൂപ വിലമതിക്കുന്ന പ്രോപ്പർട്ടിയെ സംബന്ധിച്ചൊന്നും ഒരു വിവരവും ഉണ്ടായിട്ടില്ല. വിജിലൻസിന് അത്തരം കാര്യങ്ങളെ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് CBIയുടെ ഈ FIRൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും CBI FIRന്റെ പകർപ്പാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഇദ്ദേഹത്തിനെതിരെ വിജിലൻസിൽ പരാതി മുൻപ് നൽകിയിരുന്നു. ആ വിജിലൻസിൻ്റെ അന്വേഷണം ജോമൻ പൂത്തൻപുരകൾ നൽകിയ പരാതിയിൽ എങ്ങും എത്തിയിരുന്നില്ല. തുടർന്നാണ് ജോമൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി 2 ആഴ്ച മുൻപാണ് ഇദ്ദേഹത്തിനെതിരെ CBIയോട് വ്യക്തമായുള്ള ഒരു അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത്, അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് CBI കൊച്ചി യൂണിറ്റ് ഇത് സംബന്ധിച്ച കെ.എം. എബ്രഹാമിനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നതും അന്വേഷണം ആരംഭിക്കുന്നതും. ആ FIRൽ തന്നെയാണ് അനധികൃതമായി ഇദ്ദേഹം സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നതും. എന്തായാലും ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ FIRന്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി, കെ.എം. എബ്രഹാം ഇപ്പോഴും തുടരുന്നതിനിടെ, അത് വലിയ രാഷ്ട്രീയ വിവാദമായി നിലനിൽക്കുന്നതിനിടെയാണ് FIRന്റെ വിവരങ്ങൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. കഴിഞ്ഞ 12 വർഷത്തെ സ്വത്ത് വിവരങ്ങളാണ് അതിനകത്ത് ഉള്ളത്. അഴിമതി നിരോധനത്തിലെ വകുപ്പുകൾ ചുമത്തിയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. FIRന്റെ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തേക്ക് വിടുന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.